ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രിയ ദൈവജനമേ, ക്രിസ്മസിനായി നാം ഒരുങ്ങുമ്പോൾ ധ്യാനിക്കേണ്ട ഒരു പ്രധാന വിഷയമുണ്ട്. ജനിക്കുവാനായി ഒരു ഇടം തേടി അലഞ്ഞ ക്രിസ്തു, അല്ലെങ്കിൽ മറിയവും യോസേപ്പും. ലൂക്കായുടെ സുവിശേഷം 2:7 വചനം പറയുന്നു, മറിയം ഒരു പുത്രനെ പ്രസവിച്ച് പിള്ളക്കച്ചയിൽ പൊതിഞ്ഞ് പുൽക്കൂട്ടിൽ കിടത്തി. കാരണം അവർക്ക് സത്രത്തിൽ ഇടം കിട്ടിയില്ല. ഈ സത്രം നമ്മുടെ എല്ലാം ഹൃദയമാണ്, നമ്മുടെ എല്ലാം ജീവിതമാണ്. ഇന്നും ക്രിസ്തു പിറക്കാനായി ഒരിടം തേടി നമ്മുടെ എല്ലാം അടുത്തേക്ക് വരുന്നുണ്ട്. എന്നാൽ പലപ്പോഴും ആ വാതിലുകൾ തുറന്നു കൊടുക്കുവാൻ നമുക്ക് സാധിക്കുന്നില്ല. എപ്പോഴാണ് ക്രിസ്തു നമ്മുടെ എല്ലാം ഉള്ളിലേക്ക് വരുന്നത്? നമ്മുടെ ഉള്ളിൽ നിന്ന് വെറുപ്പും വിദ്വേഷവും വൈരാഗ്യവും എല്ലാം മാറ്റുമ്പോൾ, അഹങ്കാര ചിന്തകൾ, സ്വാർത്ഥത, ലോകത്തിൻ്റെതായ പ്രലോഭനങ്ങൾ, മോഹങ്ങൾ, ആഗ്രഹങ്ങൾ, ഇഷ്ടങ്ങൾ, ശരീരത്തിൻ്റെതായ സന്തോഷങ്ങൾ, ജഡത്തിൻ്റെതായ പ്രവണതകൾ, ഇങ്ങനെ ലോകാരൂപി തിന്മയുടെ അരൂപികളെല്ലാം നമ്മുടെ ഹൃദയത്തിൽ നിറഞ്ഞിരിക്കുകയാണ്. ഈ തിന്മയോടുള്ള ആഗ്രഹവും ആസക്തിയും എല്ലാം അവസാനിക്കുമ്പോൾ യേശു നമ്മുടെ ഹൃദയത്തിൽ വന്ന് പിറക്കും. വിശുദ്ധമായ ഒരു സിംഹാസനമാക്കി നമ്മുടെ ഹൃദയത്തെ മാറ്റാം. ഈ പുൽക്കൂട് യേശു വന്ന് പിറക്കുന്ന ഒരു പുൽക്കൂടായി എന്നെ മാറ്റാം. ഈ ഹൃദയത്തിലേക്ക് യേശു വന്ന് പിറക്കട്ടെ. വെളിപാട് 3:20 വചനം പറയുന്നുണ്ടല്ലോ, 19-20 വചനം അവിടെ പറയുന്നുണ്ട്, ഞാനിതാ വാതിൽക്കൽ മുട്ടുന്നു. ആരെങ്കിലും എൻ്റെ സ്വരം ശ്രവിച്ചാൽ ഞാൻ അവൻ്റെ അടുക്കിലേക്ക് വരും, അവനോടൊപ്പം ഞാൻ ഭക്ഷണത്തിലിരിക്കും. കർത്താവ് ഇന്നും മുട്ടിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ എല്ലാ ഹൃദയങ്ങളിലെയും. നാം പലവിധ തയ്യാറെടുപ്പുകൾ നടത്താറുണ്ട്. നാം പുൽക്കൂടുണ്ടാക്കാറുണ്ട്, നക്ഷത്രം തൂക്കാറുണ്ട്, ഇലിമിനേഷൻ നടത്താറുണ്ട്. എല്ലാ തയ്യാറെടുപ്പുകളും നാം നടത്തുന്നു. എൻ്റെ ഹൃദയത്തിൽ ഞാൻ ഒരുക്കുന്നുണ്ടോ? എൻ്റെ ഹൃദയത്തെ സുഹൃത്തുക്കളായി ഞാൻ ഒരുക്കുന്നുണ്ടോ? എൻ്റെ ഹൃദയത്തിൽ യേശുവിന് ജനിക്കുവാൻ തടസ്സമായി നിൽക്കുന്ന എല്ലാ പാപാവസ്ഥയും അകൃത്യങ്ങളും മാറ്റി എൻ്റെ ഹൃദയത്തെ വെടിപ്പാക്കാൻ ഞാൻ ഉത്സാഹിക്കുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മശോധന ചെയ്യാം. അതിനുവേണ്ടി നമുക്ക് ആത്മാർത്ഥമായി പരിശ്രമിക്കാം. ദൈവം നമ്മെ എല്ലാം അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.